അതില്ല കല്യാണം. അതുലെന്ന് പറഞ്ഞാൽ പാതി പേർക്ക് അറിയില്ല, ഡാവെന്ന് പറയണം. ഡാവ് മെയിൻ ആണ് ഞങ്ങളുടെ. അപ്പൊ ഞാനും ഡാവും തമ്മിലൊരു 8th തൊട്ട് അറിയണേ. അടിപൊളി മെമ്പറാണ്. എന്നെക്കാളും 1 വയസ്സിന് ഇളയതാണ് അവൻ. അപ്പൊ എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ട് കളിപ്പിക്കാൻ കിട്ടുന്ന കുട്ടികളില്ലേ, അതുപോലെയായിരുന്നു എനിക്ക് അവൻ. അഖിലയുടെയും അതുലിന്റെയും ക്ലാസ്മേറ്റ്സ് ആണ്. അതെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ. മോസ്റ്റ് അവൈറ്റഡ് കപ്പിൾസ് ആണ് ഇവര്. ഇവരുടെ വെഡിങ്ങിന് വേണ്ടി ഞങ്ങൾ അത്രയും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എനിക്ക് ആക്ച്വലി അറിയേണ്ടത് അവരുടെ ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഇതുവരെ അതിൽ മോൻ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ലവ് സ്റ്റോറി എന്നൊക്കെ പറയാൻ പറ്റുമോ? അതെങ്ങനെ ഓർഗാനിക്കലി സംഭവിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ലോ കോളേജിൽ. ഫ്രണ്ട്സ് ആയിരുന്നു ഫസ്റ്റ് തൊട്ടേ. പിന്നെ സംസാരിച്ച് ഒരു കണക്ഷൻ വന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. അല്ല, ഇവളെ വീഴ്ത്തിയ കഥ വിറ്റ. ഞാനും അഖില ഇവനൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ലഞ്ച് ബ്രേക്കും മറ്റേ എല്ലാ ഷോർട്ട് ബ്രേക്കും ആകുമ്പോൾ ഇവരുടെ ഒരുമിച്ചിരിക്കും. നമ്മൾ ചോറ് തന്നെ ഇവരോട് ചോദിക്കും, മച്ചു എന്താ സംഭവം, സെറ്റാന്ന് പറയാം. ഇല്ലടാ ഞങ്ങൾ മറ്റേ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കും, നിങ്ങളുടെ മനോഭാവം ശരിയല്ലാഞ്ഞിട്ടാന്നൊക്കെ പറയും. അങ്ങനെ റിലേഷൻഷിപ്പ് പ്രപ്പോസൽ അങ്ങനെ ഒന്നും ഇതിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്കാവുമെന്ന്. പിന്നെ അതങ്ങനെ പോയി. ഇന്നലെ തൊട്ട് പറയായിരുന്നോ, നാളെ നമ്മൾ കല്യാണം കഴിക്കാൻ പോവാ അല്ലേ? ദിവസത്തെ പറ്റി അങ്ങനെ നല്ല ടെൻഷനുണ്ട്, നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. എല്ലാ മുമ്പിൽ ജിൽജിലായിട്ടേക്കും പാർട്ടി സ്റ്റാർട്ടറാണ്. അപ്പൊ ഇനി ക്ലാസ് വെക്കാലോ അല്ലേ? ഞങ്ങളൊരു ഗ്യാങ് ഓഫ് 15 ആൾക്കാരുണ്ട്. അതിൽ തുടക്കം തൊട്ട് ആദ്യം ഞാനാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ എല്ലാവരും എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് അതുൽ റോയ്. പിന്നെ അങ്ങനെ ഒരു പറഞ്ഞൊരു വ്യക്തിയുടെ കല്യാണമാണ് ഇന്നിപ്പോ വരാൻ പോയേക്കുന്നത്. എന്ത് അഭിനയായിരുന്നു അറിയുവാനൊക്കെ. മറ്റേ ടീംസാ ചക്കിക്കൊത്ത ചങ്കറിലാണ്, അതൊന്നും സീനില്ല. നോ വറീസ്. ബാച്ചിലേഴ്സ്. 2016 നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യണം. 2016 മുതൽ നമുക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യമൊന്നും നമ്മളങ്ങനെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ളതിനപ്പുറത്തേക്കുള്ള സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ റാൻഡംലി എന്തൊക്കെയോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ മെസ്സേജ് അയച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് പതുക്കെ ഡെവലപ്പ് ചെയ്തു. അവളങ്ങനെ അധികം ആരോടും സംസാരിക്കാറില്ല. അവൾക്കൊരു ക്ലോസ് സർക്കിളുണ്ട് ക്ലാസ്സിൽ. അതിൽ നിന്ന് പുറത്തു വന്ന് സംസാരിക്കുന്ന ഒരാൾ ഞാനാണ്. പകലാണെങ്കിലും നമുക്കങ്ങനെ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളൊന്നുമല്ല. എനിക്കും ഭയങ്കരമായിട്ട് പേഴ്സണൽ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് അതുകൊണ്ട് കംഫർട്ടബിൾ ആണ്. വീട്ടിൽ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. പാരൻസ് ഒക്കെ വളരെ കൂളായിരുന്നു ആക്ച്വലി. ഞാൻ രണ്ടുപേരെ ഒരു ദിവസം വൈകുന്നേരം വിളിച്ച് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അപ്പോൾ തന്നെ എന്താ ഇപ്പോൾ വേണ്ടേ, കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചു. കെയറിംഗ് പേഴ്സണാണ്, ലവിങ് ആണ് ആള് നല്ലോണം. ഇനി വൈകുന്നേരം കെട്ടി വീട്ടിൽ കൊണ്ടുപോകണം, ഇതാണ് ആഗ്രഹം. Happy married life to both of them.